നാറിയവനെ പേറിയാൽ പേറിയവന് നാറും എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. നമ്മുടെ രേണുസുധിയുടെ കാര്യത്തിൽ ഈ ചൊല്ല് അച്ചട്ടാണ്. സഹതാപത്തിൻ്റെയോ മറ്റെന്തിൻ്റെയെങ്കിലും പുറത്തോ രേണുവുമായി ആര് ബന്ധപ്പെട്ടോ അവർക്കൊക്കെ 8ന്റെ പണി തന്നെയാണ് രേണു കൊടുക്കാറ്. വീട് വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ ഫിറോസ് അനുഭവിച്ചതെല്ലാം നമ്മളെല്ലാം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം രേണുവിന് പ്രൊമോഷന്റെ ഭാഗമായി ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തതിന്റെ പേരിൽ രേണു തന്റെ സ്ഥാപനത്തിനെ തരം താഴ്ത്തി എന്ന് പറഞ്ഞ് റൂമ കോസ്മെറ്റോളജി ഉടമയായ റൂമ തന്നെ രംഗത്ത് വന്നിരുന്നു. എക്സ്റ്റൻഷൻ വെക്കുന്ന സമയത്ത് കൊടുത്ത നിർദ്ദേശങ്ങളൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്റെ സ്ഥാപനത്തിനെ മോശമായ രീതിയിൽ ആക്കിയെടുക്കാൻ രേണുസുധി ശ്രമിച്ചു എന്നും അവർ പറയുകയുണ്ടായി. അതിന്റെ പുകിലുകൾ ഒന്ന് അടങ്ങുമ്പോഴേക്ക് അടുത്തതായി വന്നിരിക്കുന്നത് രേണുവിന് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത അച്ഛനാണ്. രേണുസുധിയുടെ കുടുംബത്തിന് വീട് വെക്കാൻ സ്ഥലം നൽകിയ വ്യക്തിയാണ് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിൽ. എന്നാൽ ഇതിന്റെ പേരിൽ താൻ ഒരുപാട് അനുഭവിച്ചതായി അദ്ദേഹം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. ഇപ്പോഴത്തെ രേണുസുധിക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം. രേണു ബിഗ് ബോസിൽ പോയതിനു ശേഷം നിരവധി ആളുകൾ ഫോണിലൂടെയും നേരിട്ടും തന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇതെല്ലാം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എന്നുമൊക്കെ ബിഷപ്പ് പറയുന്നുണ്ട്. സമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന പലരെയും വലിച്ചു കീറാനായി എറിഞ്ഞു കൊടുക്കുകയാണ് രേണുസുധി ചെയ്യുന്നത്. പണമായി കൊടുക്കാൻ തൻ്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ തന്നെ കുടുംബ സ്വത്താണ് അവർക്ക് കൊടുത്തത്. എന്നാൽ തൻ്റെ കുടുംബസ്വത്തിനെ കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്നാണ് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് അവരൊരു അഭിമുഖത്തിൽ പറഞ്ഞത്. തൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ അവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ് ബിഷപ്പ് ചോദിക്കുന്നത്. മാത്രമല്ല, ഉപകാരം ചെയ്തവരെ കീറിമുറിക്കാനാണ് തീരുമാനമെങ്കിൽ നിയമവഴി നേരിടുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. മജിസ്ട്രേറ്റിനെ നേരിട്ട് കണ്ട് മൊഴി നൽകും. തങ്കച്ചന്റെ പേരിലും രേണുസുധിയുടെ പേരിലും മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യലേ ഇനി തൻ്റെ മുൻപിൽ മാർഗമുള്ളൂ എന്ന് പറയുന്ന അദ്ദേഹം ആരെങ്കിലും രേണുവിനെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 വട്ടം ആലോചിക്കണമെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആകെ നനഞ്ഞാൽ പിന്നെ കുളിരില്ല എന്ന അവസ്ഥയാണ് രേണുവിൻ്റേത്. പണം, സമൂഹത്തിൽ നിലയും വിലയും തുടങ്ങി ഒരു മനുഷ്യന് ലൈഫിൽ നഷ്ടപ്പെടാൻ പലതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനിറങ്ങുമ്പോഴും ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് പലവട്ടം ചിന്തിക്കുക എന്നത് അവരുടെ ഒരു ശീലത്തിന്റെ ഭാഗമായി മാറും. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നതെല്ലാം ബോണസാണ്. രേണുസുധിയും അങ്ങനെ ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പല ഇന്റർവ്യൂകളിലും ഇപ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് ഒട്ടും ചിന്തിക്കാതെയാണ് അവർ പ്രതികരിക്കാറുള്ളത് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് തന്നെ പലരും അവരെ മുതലെടുക്കുന്നതായും തോന്നിയിട്ടുണ്ട്. അതേസമയം കുരുട്ടുബുദ്ധിയുടെ കാര്യത്തിൽ രേണു ഒട്ടും പുറകിലല്ല എന്ന് വേണം പറയാൻ. തൻ്റെ ചുറ്റുപാടുകൾ വെച്ച് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് ഇമേജ് ആണ് വർക്ക് ആവുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് ആ വഴിയിൽ കരുക്കൾ നീക്കിയ ആളാണ് അവർ. പറഞ്ഞു വരുന്നത്, നമ്മൾ വീണ് കിടക്കുമ്പോൾ വെറുതെ ഒരു കൈത്തുനിന്ന് സഹായിച്ചവനെ പോലും ഒരു കാരണവശാലും തള്ളി പറയരുത് എന്നാണ്. അവരൊന്നും നമ്മൾ ഗ്രേറ്റ് ആയതുകൊണ്ടാവില്ല അങ്ങനെ ഒരു ആക്ഷൻ എടുത്തത്. പകരം അത് അവരുടെ മനസ്സിൻ്റെ നന്മയാണ്. അതിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലാവാതെ പ്രവർത്തിച്ചാൽ ഒരുപാട് പേർക്ക് പിന്നെ അവർ വഴി ലഭിക്കുന്ന സഹായം ഇല്ലാതായി പോകും.